അവിടെ അങ്ങനെ ഒരു കെട്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട്. 5 രൂപ 50 പൈസയ്ക്ക് കാര്യം തരും. 1 കോടിക്ക് മുകളിൽ വരുമാനം നേടിയിരുന്ന പർപ്പിൾ ചേച്ചിയുടെ അക്കൗണ്ട് അടിച്ചു പോയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കാണിച്ചു കൂട്ടിയ കസർത്തുകൾ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ഇവേജും മറ്റു ശരീരഭാഗങ്ങളും കാണിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു. അതുവഴി ആണുങ്ങളെ ആകർഷിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. എനിക്ക് കൺട്രോൾ തരണേ ഭഗവതി. കണ്ട് കുറെ ഞെരുമ്പ് രോഗികളാണെങ്കിലോ ഇവൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. പച്ചക്ക് പറഞ്ഞാണെങ്കിൽ ഒരു ഓൺലൈൻ വ്യഭിചാരമാണ് ഇവൾ ഇത്രയും കാലം ഇൻസ്റ്റാഗ്രാമിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. 9 രൂപ കൊടുത്ത് എന്താണ് ശരിക്കും പറഞ്ഞ ആൾക്കാർ കാണുന്നേ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഒരു ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തു ഒരു അക്കൗണ്ടിൽ, ഒരു ചേച്ചിന്റെ അക്കൗണ്ടിൽ. അത് എടുത്തുകാണ്ട് കഴിഞ്ഞു നോക്കിയപ്പോ അക്കൗണ്ടും പൂട്ടിപ്പോയി. നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ഞെരുമ്പ് രോഗികൾ എന്ത് ചെയ്യും മല്ലയ്യ? ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെയായാലും അവരുടെ അക്കൗണ്ട് അടിച്ചു പോയിട്ടോ, പാവം ചേച്ചി. ഓ പാവം ചേച്ചി നോക്കി, ഓന്റെ ഒരു സഹതാപം നോക്കി നിങ്ങള്. ആ കുട്ടിക്ക് വേറെ ആരുമില്ല, പാവം. സഹതാപം വാരി വിതറാന് നിന്റെ അമ്മായിന്റെ മോളൊന്നുമല്ലല്ലോ പർപ്പിൾ ചേച്ചി. ഇപ്പൊ തന്നെ ചേച്ചി 1 കോടി രൂപ എടുത്ത് സമ്പാദിച്ചു കഴിഞ്ഞല്ലോ. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇനി ശിഷ്ടകാലം അടിച്ചു പൊളിക്കാൻ അത് തന്നെ ധാരാളം. ഇന്നൊരു പക്ഷേ നിന്റെ അസ്തമനമായിരിക്കാം. എന്നാൽ എന്നെങ്കിലും ഒരു ദിവസം ഈ ആകാശം പിളർന്ന് പുനർജന്മമെടുത്ത് നീ വീണ്ടും വരും ഭൈരവാ. നീ പുനർജന്മമെടുത്ത് വരും ഭൈരവാ.